2025 എട്ടാമത് രാഷ്ട്രീയ പോഷൻ മായ്ക്ക് മറ്റന്നാൾ തുടക്കമാവും. അതായത് 17-ാം തീയതി മുതൽ തുടങ്ങുന്ന പ്രവർത്തനം അടുത്ത മാസം 16-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. ഈ ദിവസക്കാലയളവിലൊക്കെ തന്നെ ഓരോ ആക്ടിവിറ്റികളായിട്ടാണ് നമ്മൾ അങ്കണവാടികൾ കൂടുതൽ സജീവമാക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓരോ തീമുകളെ ആസ്പദമാക്കിയിട്ടായിരിക്കും. നമുക്കറിയാം 2025 എട്ടാമത് രാഷ്ട്രീയ പോഷൻ മായിൽ 6 തീമുകളാണുള്ളത്. ആ തീമുകളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ആക്ടിവിറ്റികളായിരിക്കും നമ്മൾ മിക്കവാറും എല്ലാ അംഗൻവാടികളിലേക്കും എത്തിക്കുന്നത്. ആ അംഗൻവാടികളിലെ ടാർഗറ്റ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും എല്ലാ പരിപാടികളിലും പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം. ഇത്തരത്തിൽ പരിപാടികൾ നടത്തിയതിന് ശേഷം രണ്ടാമത് നമ്മൾ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ തന്നെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്ത് വെക്കണം. അത് സിംഗിളായിട്ടോ അല്ലെങ്കിൽ കൊളേഷ് ആക്കിയിട്ടോ ഒരു ഫോട്ടോ മാത്രം നിങ്ങൾ ഒരു പരിപാടിക്ക് എന്ന നിലയിൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. ഇത്തരത്തിൽ സേവ് ചെയ്ത ഫോട്ടോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ജൻ ആന്തോളൻ എന്ന് പറയുന്ന നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് കൂടി ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇന്ന് ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആകമാനം കാര്യങ്ങൾ ഇതിലേക്ക് രേഖപ്പെടുത്തണം. അതായത് ഏത് തീമിനെ ആസ്പദമാക്കിയാണോ നമ്മൾ ഇന്ന് പ്രവർത്തനം നടത്തിയത്, അതിൽ ഏത് ആക്ടിവിറ്റിയാണോ നമ്മൾ നടത്തിയത് അത് തിരഞ്ഞെടുക്കണം. അതിൽ ടാർഗറ്റ് ചെയ്ത ഏതൊക്കെ ഗുണഭോക്താക്കളാണ് എന്നുള്ളത് കൃത്യമായി എണ്ണം കൊടുക്കണം. അതാണ് പാർട്ടിസിപ്പൻസ് നമ്പേഴ്സ് എന്ന് ചോദിക്കുന്നത്. അതിൽ മെയിൽ എത്ര, ഫീമെയിൽ എത്ര, അതേപോലെ കുട്ടികൾ എത്ര, അതിൽ ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അഡോളസെന്റ് ഗേൾസ് തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ വിശദമായി തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ ദിവസങ്ങളിലും ആക്ടിവിറ്റികൾക്കൊപ്പം നമ്മൾ നടത്തുന്ന പരിപാടിയുടെ തീയതിയും നമ്മൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോട്ടോ എന്നുള്ളത്. കൃത്യമായി നമ്മൾ നടത്തിയ പ്രോഗ്രാമിൻ്റെ ഫോട്ടോ എടുത്തു വെച്ചത് അപ്ലോഡ് ചെയ്യുക നിർബന്ധമാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ വിശദീകരിച്ച് തന്നു. 2 MB കൂടാതെയുള്ള ഫോട്ടോ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് വരണം. ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരണം. അത്തരത്തിലുള്ളൊരു ജൻ ആന്തോളൻ സൈറ്റ് നമ്മൾക്ക് ഇന്ന് മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾക്ക് അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൂടി അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു ബ്ലോക്കിന് ഒരു യൂസർ നെയിമും പാസ്വേഡും മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് തന്നെ ആ ബ്ലോക്കിന് പരിധിയിൽ വരുന്ന എല്ലാ അംഗൻവാടി പ്രവർത്തകർക്കും ഇത്തരത്തിലുള്ള യൂസർ നെയിമും പാസ്വേഡ് ആയിരിക്കും. ഓരോ അംഗൻവാടിയിൽ നിന്നും കൃത്യമായി സെപ്പറേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അംഗൻവാടി സെലക്ട് ചെയ്യുന്ന സമയം സെക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ അംഗൻവാടി സെൻറ്ററിൻ്റെ പേര് അവിടെ കാണും. തെറ്റുകൂടാതെ നിങ്ങളുടെ തന്നെ സെൻറ്റർ മാത്രം നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. ആയതിനു ശേഷം നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ, പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണമെല്ലാം കൃത്യമായി കൊടുത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അന്നത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുക. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ നിന്ന് തന്നെ അനുവദിച്ച് തരുന്നതാണ്. കൃത്യമായി അത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. കൃത്യമായി ഒരു സ്പേസ് പോലും വിടാതെ അതിലെങ്ങനെയാണോ യൂസർ നെയിമും പാസ്വേഡും തന്നത് അത് പ്രകാരം തന്നെ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, സ്മാൾ ലെറ്റർ ആണെങ്കിൽ സ്മാൾ ലെറ്റർ, സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ, ഹൈഫൺ ഉണ്ടെങ്കിൽ അത് പ്രകാരം കൃത്യമായി അതിലെങ്ങനെയാണോ കാണുന്ന ആ ചിത്രത്തിൽ അതേപോലെ തന്നെ നിങ്ങൾ ആ യൂസർ നെയിം പാസ്വേഡ് കോളത്തിലേക്ക് രേഖപ്പെടുത്തി വിടണം. ഇത്തരത്തിൽ രേഖപ്പെടുത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജൻ ആന്തോളൻ ഡാഷ്ബോർഡ് ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ 17-ാം തീയതി ആയിരിക്കും ഈ സൈറ്റ് പ്രവർത്തനമാവുക. അന്ന് തന്നെ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ വൈകുന്നേരത്തിനുള്ളിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ കൃത്യമായി നിങ്ങൾ യൂസർ നെയിം എന്താണ്, പാസ്വേഡ് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എഴുതി വെക്കുകയോ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യുക. അതിൻ്റെ സൈറ്റ് കൂടെ ഏതാണ് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് എന്ന് പറയുന്നത് ഓരോ സെൻറ്ററിനും അല്ലെങ്കിൽ ഓരോ പ്രൊജക്റ്റിനും സെപ്പറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളുടെ പ്രൊജക്റ്റിൽ നിന്ന് തന്നെ ആ സമയമാകുമ്പോൾ അതൊക്കെ അനുവദിച്ച് കിട്ടും. അപ്പോൾ കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോ ദിവസങ്ങളും കൃത്യമായി മറക്കാതെ, മുടക്കം കൂടാതെ രേഖപ്പെടുത്തുക. ഇത്തരത്തിൽ ഒരു ദിവസം മറന്നു പോയി കഴിഞ്ഞാലും ബാക്ക് ഡേറ്റ് നമുക്ക് അനുവദിച്ച് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ അങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസം മറന്നാലും വേറൊരു ദിവസത്തിലെ പഴയ ഡേറ്റ് ഇട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. പക്ഷേ അതിനേക്കാൾ നല്ലത് അന്നന്നാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്നന്നാൾ തന്നെ ചെയ്ത് പൂർത്തിയാക്കുക. താങ്ക് യു.